ഇനി നമുക്കൊപ്പം ചേരുന്നത് അഷ്കർ അലി കരിമ്പയും അർജുൻ മട്ടന്നൂരുമാണ്. രണ്ട് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലേക്കാണ് അവർ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എവിടെ നിന്നായിരിക്കാം കൂടുതൽ സ്വർണ്ണം കടത്തുന്നത്? പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു? നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം. നമ്മുടെ സ്റ്റുഡിയോ ഇരിക്കുന്നത് കൊച്ചിയിലാണ്, അതുകൊണ്ട് നെടുമ്പാശ്ശേരിയിൽ നമ്മൾ തുടങ്ങുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇന്നലെ മാത്രം പിടികൂടിയത് 61 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ്. ചില സ്വർണ്ണക്കടത്ത് കേസുകൾ കസ്റ്റംസ് തേടി പോകേണ്ട കാര്യമേ ഇല്ല, കസ്റ്റംസിന്റെ അരികിലേക്ക് തേടി വരും. അങ്ങനെ ഒരു സംഭവമാണ് ഇന്നലെ കൊച്ചിയിലുണ്ടായത്. കടത്തിയ സ്വർണ്ണവുമായി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തുപോയ സ്ത്രീയെ മറ്റൊരു സംഘം കാറിൽ പിന്തുടർന്നതോടെ സ്ത്രീ തിരിച്ചു വന്ന് കസ്റ്റംസിനെ വിവരം അറിയിച്ച് ദാ ഈ സ്വർണം പിടിച്ചോളൂ, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്ന സാഹചര്യമാണോ അവിടെ ഉണ്ടായത്? നോക്കാം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അർജുൻ മട്ടന്നൂർ ആദ്യം നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് അർജുൻ. ഇതെന്തായാലും വെറൈറ്റി ആയി. സാധാരണ പുറത്തേക്ക് പോകുമ്പോൾ പൊട്ടിക്കൽ സംഘം പിന്നാലെ പിന്തുടരുന്നു, പൊട്ടിക്കുന്നു, പോകുന്നു. ഇത് തിരിച്ചു വരുന്നു. ഇതൊരു ട്വിസ്റ്റ് ആയോ? സുജയ, വെരി ഗുഡ് ഈവനിങ്. സുജയ പറഞ്ഞതുപോലെ ഒരു ട്വിസ്റ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തും ഈ പൊട്ടിക്കലുമൊക്കെ തന്നെ സാധാരണമാണെങ്കിൽ പോലും ഇവിടെ നെടുമ്പാശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചതൊരു ട്വിസ്റ്റ് തന്നെയാണ്. അതായത് ഒരു വിദേശത്ത് നിന്നും ഒരു യാത്രക്കാരി സ്വർണവുമായി വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നു. ഈ പരിശോധനകളെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം ഒരു പ്രീപെയ്ഡ് ടാക്സിയിൽ കയറുന്നു. ഈ ടാക്സിയിൽ കയറിയ ശേഷം ഈ കാണുന്ന എയർപോർട്ടിൻ്റെ ഗേറ്റ് വഴി അവർ പുറത്തേക്ക് പോകുന്നു. പക്ഷേ ഈ പുറത്ത് കാത്തിരുന്ന മറ്റൊരു സംഘം, കാറിൽ കാത്തിരുന്ന മറ്റൊരു സംഘം ഈ സ്ത്രീയെ പിന്തുടരുകയാണ്. മറ്റൊരു സംഘം പിന്തുടരുന്നുണ്ട് എന്നറിഞ്ഞതോടെ ഇവർ പുറത്തേക്ക് പോയ ഈ സ്ത്രീ അതേ പ്രീപെയ്ഡ് ടാക്സി കാറിൽ തിരിച്ച് എയർപോർട്ടിലേക്ക് എത്തുകയും ടെർമിനൽ മാനേജറെ കാണുകയുമായിരുന്നു. തന്നെ ഒരു സംഘം പിന്തുടരുന്നുണ്ട് എന്നും താൻ സ്വർണം കടത്തിയിട്ടുണ്ട് എന്നും അറിയിക്കുകയായിരുന്നു. തുടർന്ന് അവർ കസ്റ്റംസിനെ വിവരം അറിയിച്ചു. ഇത്തരത്തിൽ 2 സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അവരുടെ കയ്യിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഏതാണ്ട് 260 ഗ്രാം വരുന്ന സ്വർണ്ണ ബിസ്ക്കറ്റുകളാണ് അവരിൽ നിന്ന് കണ്ടെത്തിയത്. അതിനുശേഷം അവർ കീഴടങ്ങുകയായിരുന്നു സംഭവിച്ചത്. ഇത്തരത്തിൽ 3 സംഭവങ്ങൾ ഇന്നലെ മാത്രം സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 900 ഗ്രാം സ്വർണ്ണമാണ് ഇന്നലെ മാത്രം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടാതെ ഇത്തരത്തിൽ പുറത്തേക്ക് പോകുന്നത് നിരവധി ഉണ്ടാകും. എന്തായാലും ഈ പരിശോധനകൾ തുടരുമ്പോഴും ഈ സ്വർണ്ണക്കടത്തും അതോടൊപ്പം തന്നെ ഈ പൊട്ടിക്കൽ സംഘവും സജീവമാകുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇത്തരമൊരു കഥ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അരങ്ങേറിയത്. ഓക്കെ അർജുൻ മട്ടന്നൂർ, നമുക്കേതായാലും നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ ഒന്ന് കരിപ്പൂരിലേക്ക് പോകാം. കേരളത്തിൽ ഏറ്റവും അധികം സ്വർണം കടത്തുന്ന വിമാനത്താവളം എന്ന കുപ്രസിദ്ധി കൂടിയുണ്ട് കരിപ്പൂരിന്. രാമനാട്ടുകര സ്വർണ്ണക്കടത്ത്, പൊട്ടിക്കൽ കഥ, അങ്ങനെ കരിപ്പൂരിന് പറയാനായിട്ട് ഒരുപാട് കഥകളുണ്ട്. ആ കഥയൊക്കെ പറയാൻ അഷ്കർ അലി തന്നെയാണ് ഏറ്റവും യോജിച്ചയാൾ. അഷ്കർ അലി കരിമ്പ, ഗുഡ് ഈവനിങ്. അഷ്കർ, എത്ര സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, കവർച്ച, എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും ഇത്രയും കാലത്തെ മാധ്യമപ്രവർത്തകരെ? നമ്മൾ തന്നെ പലതവണ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് ചോദിക്കാമെന്ന് വെച്ചത്. ചില കാര്യങ്ങൾ എണ്ണുക അസാധ്യമാണ് എന്ന് പറഞ്ഞ തന്നെ കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് ഇല്ലെങ്കിൽ അതുമായി പിടിച്ച കേസുകളുടെ എണ്ണം ഇല്ലെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത എണ്ണം അത് എണ്ണുക എന്നുള്ളത് നിലവിലൊരു സാഹചര്യത്തിൽ നമുക്ക് അസാധ്യമാണ്. കാരണം അത്രയേറെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഒരു ദിവസം തന്നെ 2, 3, 4, 5 കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ഒരു വാർഷികാടിസ്ഥാനത്തിൽ കണക്കിലെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2023 നമ്മൾ ഒരു വർഷത്തെ കണക്ക് നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം 198 കിലോഗ്രാമാണ് കസ്റ്റംസ് മാത്രം സ്വർണം പിടികൂടിയത്. അതിന് പുറമെ പോലീസും മലപ്പുറം ജില്ലയിലെ പോലീസും ഇതുപോലെ സമാനമായ രീതിയിൽ തന്നെ 17 കോടി രൂപയുടെ സ്വർണം പിടികൂടുന്ന സാഹചര്യം. അങ്ങനെ കോടികളുടെ കണക്കാണ് ഇത്തരത്തിൽ സ്വർണത്തിൻ്റെ കാര്യത്തിൽ കരിപ്പൂരിനും പറയാനുള്ളത്. പക്ഷേ പലപ്പോഴും കസ്റ്റംസിൻ്റെ പരിശോധനയൊക്കെ വെട്ടിച്ചെത്തുന്ന സ്വർണം പിന്നീട് പോലീസ് അടക്കം പിടികൂടുന്ന സാഹചര്യം നമുക്ക് തുടർച്ചയായി അറിയാം. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊട്ടിക്കൽ സംഘമൊക്കെ ഏറ്റവും സജീവമായ ഒരു വിമാനത്താവളം കൂടിയാണ് കരിപ്പൂർ. ഓരോ തവണ എങ്ങനെയൊക്കെ സ്വർണം പിടിക്കാൻ പോലീസും ഇല്ലെങ്കിൽ കസ്റ്റംസും ശ്രമിക്കുന്നു. അതിന് പിറ്റേ ദിവസം മുതൽ അതിനെ മറികടന്നുള്ള പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് പുതിയ രീതികൾ അവലംബിച്ചുകൊണ്ട് സ്വർണം കടത്തുക എന്നുള്ളതാണ് കടത്തു സംഘത്തിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ ഇപ്പോഴും തകൃതിയായി കടത്ത് പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. കഴിഞ്ഞ ദിവസം 5 കേസുകളിലായി ഏകദേശം 4 കോടിയോളം രൂപയുടെ സ്വർണം ഒറ്റ ദിവസം മാത്രം കരിപ്പൂരിൽ നിന്നും പിടിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ 2 ദിവസം മുമ്പാണ് ആ സാഹചര്യം ഉണ്ടായത്. സമാനമായ രീതി എല്ലാ ദിവസവും ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുമ്പോൾ അവർ പക്ഷേ ചില ഘട്ടങ്ങളിൽ അത് വാർത്ത പോലും അല്ലാതെ ആവുന്ന രീതിയിലേക്ക് സ്വർണം പൊടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുള്ളത്. എന്തായാലും ഇപ്പോഴും സ്വർണം പൊട്ടിക്കൽ സംഘവും കടത്ത സംഘവും അതിലെ കുരുവികൾ, അഥവാ ഈ സ്വർണം കടത്തുന്ന ആളുകളെ ഇത്തരത്തിൽ കുരുവികൾ എന്നാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിനിടയിൽ വിളിക്കപ്പെടുന്നൊരു പേര്. അത്തരത്തിലുള്ള കുരുവികളും പൊട്ടിക്കൽ സംഘവും ഒക്കെ ഇപ്പോഴും വ്യാപകമായി സജീവമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് കരിപ്പൂരിലൊരു ചിത്രം. അതിൻ്റെ അത് വലിയ തോതിൽ ആക്രമണത്തിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടക്കലിലെ ഒരാളെ ഇതുപോലെ തന്നെ ഇത്തരത്തിൽ സ്വർണം കടത്തിക്കൊണ്ടുവന്ന ഒരാളെ
മറ്റൊരു സംഘം, ഈ പൊട്ടിക്കൽ സംഘത്തിലെ ഒരു വിഭാഗം വന്ന് തട്ടിക്കൊണ്ടുപോവുകയും രാത്രിയിലുടനീളം മർദ്ദിക്കുകയും പിറ്റേ ദിവസം ദേശീയപാതയോരത്ത് ഉപേക്ഷിച്ച് കടന്നുകളയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ കൊട്ടേഷൻ സംഘങ്ങളായി ഈ പൊട്ടിക്കൽ സംഘങ്ങൾ പലപ്പോഴും മാറുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനം വലിയൊരു ദുരന്തത്തിലേക്ക് പോയ ഒരു കാഴ്ച രാമനാട്ടുകരയിൽ, അതുപോലെ തന്നെ കരിപ്പൂർ നോമാൻ ജംഗ്ഷനിലുമൊക്കെ തന്നെ നമ്മൾ സാക്ഷിയാവുകയും ചെയ്തിരുന്നു. എന്തായാലും കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ഏറ്റവും മോശമായ ഒരു ചിത്രം പലപ്പോഴും ഉണ്ടാവാറുള്ളത് ഈ സ്വർണ്ണക്കടത്ത് കേസുകൾ തന്നെയാണ്. ആ ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സുജിയ. ഓക്കെ, താങ്ക് യു അഷ്കർ അലി കരിമ്പ. അഷ്കർ അലി കരിമ്പയോട് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിലൊരു 5 തവണയെങ്കിലും മിനിമം നമ്മൾ സംസാരിക്കേണ്ടി വരും ഈ വലിയ സ്വർണ്ണക്കടത്തിനെ കുറിച്ച്.